Hi students, welcome back to our online class. So anyway, in the previous lectures, we have discussed about the theory, right? The theory part of time-independent perturbation, right? And we have seen the first order correction as well as the second order correction. Okay, now let us check that theory by doing two examples, right? The first one is here, the linear harmonic oscillator. Okay, I am applying our time independent perturbation theory, TIP, right, to this problem, to this set of problem, and we will see the results. Okay, actually we know what is a linear harmonic oscillator, and is yeah, definitely force constant is K and the frequency is omega. Then we have its potential will be like this, right? Half kx square, right? This would be the potential of a linear harmonic oscillator, right? No matter. Now I am applying a small little perturbation to this system, okay, of this same type. That means v equal to half kx or x square ആണ് ഇതിന്റെ പൊട്ടൻഷ്യൽ. ഞാൻ ഏതാണ്ട് ഇതേ ഒരു ഫോമിലുള്ള x സ്ക്വയർ ഫോമിലുള്ള ഹാഫ് kx സ്ക്വയർ ഫോമിലുള്ള ഒരു ചെറിയൊരു പെർട്ടർബേഷൻ, നമ്മൾ പെർട്ടർബേഷൻ h ഡാഷ് അല്ലെങ്കിൽ v ഡാഷ്, നമ്മൾ v ഡാഷ് എന്ന് വിളിക്കാം. അത് ഹാഫ് bx സ്ക്വയർ, റൈറ്റ്. അതായത് ഇവിടെ ഇത്ര അർത്ഥമുള്ളൂ. നമുക്കറിയാം, ഞാൻ ആ ഒരു ലീനിയർ ഹാർമോണിക് ഓസിലേറ്ററിലേക്ക് ഒരു ചെറിയ പെർട്ടുർബേഷൻ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ലീനിയർ ഹാർമോണിക് ആ ഓസിലേഷൻ്റെ ഫോഴ്സ് കോൺസ്റ്റന്റ് കെ ആണെങ്കിൽ ഞാൻ ചെറിയൊരു പെർട്ടുർബേഷൻ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കെ എന്ത് വരും, ഒരു സ്ലൈറ്റ്ലി ചേഞ്ച് വരും, റൈറ്റ്. ആൻഡ് ഡെഫിനറ്റ്ലി this was the previous force constant before perturbation. After perturbation, K changes to K dash, okay, which is equal to some K plus what, right, ഒരു കെയുടെ കൂടെ എന്ത് ചെയ്യുന്നു, ഒരു എപ്സിലോൺ കെ അല്ലേ, ഒരു ചെറിയൊരു ചേഞ്ച് ഇവിടെ എന്ത് ചെയ്യുന്നു, കെയുടെ കൂടെ ആഡ് ചെയ്യപ്പെടുന്നു, റൈറ്റ്, ഡ്യൂ ടു വാട്ട്, പെർട്ടുർബേഷൻ. ഇത് നമുക്ക് വേണമെങ്കിൽ you can rewrite this as 1 plus epsilon times k. Okay, so before applying a perturbation, force constant was k. Then after the application of this potential or this perturbation, is force constant changed to k dash, which is equal to k plus some epsilon k, right. ഇവിടെ അങ്ങനെ നോക്കുക, നമ്മൾ ഇപ്പോൾ ഇതാണ് നേരത്തെയുള്ള എൻ്റെ ഓസിലേറ്ററിന്റെ പൊട്ടൻഷ്യൽ. ഇപ്പം ഞാൻ ഇതും കൂടെ ആഡ് ചെയ്താൽ ടോട്ടൽ പൊട്ടൻഷ്യൽ വി എന്തായിരിക്കും, ഇത് രണ്ടും ആഡ് ചെയ്താൽ അല്ലേ. അപ്പം എന്താ വരിക, ഹാഫ്, യെസ്, ഹാഫ് എക്സ് സ്ക്വയർ കോമൺ ആയിട്ടുണ്ട്, ഇവിടെ കെ പ്ലസ് ബി വരും അല്ലേ, കെ പ്ലസ് ബി എക്സ് സ്ക്വയർ. സി ഹിയർ, സോ ഡെഫിനറ്റ്ലി ശരിക്കും ഫോഴ്സ് കോൺസ്റ്റന്റ് കെ എക്സ് സ്ക്വയർ അല്ലെ, ഫോഴ്സ് കോൺസ്റ്റന്റ് കെ ഇൻറ്റു എക്സ് സ്ക്വയർ പറയുന്നത്. അപ്പോൾ ഈ ഒരു പെർട്ടർബേഷന് ശേഷമുള്ള സിസ്റ്റത്തിന്റെ ഫോഴ്സ് കോൺസ്റ്റന്റ് കെ പ്ലസ് ബി ആണ് അല്ലെ, അതായത് കെ ഡാഷ് എന്ന് പറഞ്ഞാൽ കെ പ്ലസ് ബി ആണ്. ദാറ്റ് ഈസ് ഈ ടേം ആണ് ഇവിടെ തന്നിരിക്കുന്നത്, റൈറ്റ്, നോ മാറ്റർ അറ്റ് ഓൾ. എനിവേ, അതായത് നമുക്ക് കമ്പയർ ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും, കെ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ഇവിടെ കെ ഉള്ളിലേക്ക് എടുത്താൽ കെ പ്ലസ് എപ്സിലോൺ കെ ആണ്, അപ്പോൾ ബിയുടെ സ്ഥാനത്ത് എപ്സിലോൺ കെ ആണ്, റൈറ്റ്. സോ നത്തിങ് ബട്ട് B is equal to epsilon k, right. Anyway, the effect of perturbation is reflected in the force constant, right. K and the k dash become r, and it is 1 plus epsilon times k. Now we know, I am going to show you first the exact solution of linear harmonic oscillator. നമുക്ക് ലീനിയർ ഹാർമോണിക് ഓസിലേറ്ററിന് എക്സാക്ട്ലി സോൾവബിൾ ആണ് അല്ലേ, ആണല്ലോ. അങ്ങനെ സോൾവ് ചെയ്തിട്ട്
നമുക്ക് എനർജി വാല്യൂസ് കണ്ടുപിടിക്കാം. നോ മാറ്റർ അറ്റ് ഓൾ. റൈറ്റ്. ആ കണ്ടുപിടിച്ചിരിക്കുന്ന എനർജിയും നമ്മുടെ ടൈം ഇൻഡിപെൻഡന്റ് പെർട്ടർബേഷൻ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന എനർജിയും ഈക്വൽ ആണോ എന്നുള്ളൊരു കമ്പാരിസൺ ആണ് നമ്മൾ നടത്തുന്നത്. റൈറ്റ്. ആക്ച്വലി എക്സാക്ട്ലി നിങ്ങൾ സോൾവ് ചെയ്തിട്ട് കിട്ടുന്ന സൊല്യൂഷനും അതുപോലെ എന്ത് ചെയ്യണം, ടൈം ഇൻഡിപെൻഡന്റ് പെർട്ടർബേഷൻ ഉപയോഗിച്ചിട്ട് കിട്ടുന്ന സൊല്യൂഷനും സെയിം ആണെങ്കിൽ നമ്മുടെ തിയറി പെർഫെക്റ്റ് ആണെന്ന് പറയാം. റൈറ്റ്. സോ ഐ എം ഗോയിങ് ടു ചെക്ക് ദാറ്റ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിന് രണ്ട് പാർട്ടുണ്ട്. ശരിക്കും പെർട്ടർബേഷന് ശേഷവും ഈ സിസ്റ്റത്തെ എക്സാക്ട്ലി സോൾവ് ചെയ്യാൻ പറ്റും. അതാ ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യം. ആഫ്റ്റർ പെർട്ടർബേഷൻ ഓൾസോ ദിസ് സിസ്റ്റം ഈസ് എക്സാക്ട്ലി സോൾവബിൾ. കാരണം എന്താ, v equal of kx square ആണ് അല്ലെ. ഈ രീതിയിലുള്ള പൊട്ടൻഷ്യൽ സോൾവ് ചെയ്യാൻ നമുക്കറിയാം. പെർട്ടർബേഷന് ശേഷവും ഹാഫ് k plus px square, ഇവിടെ ഇതൊരു കോൺസ്റ്റന്റ് അല്ലേ. Still the potential looks like exactly the same as before. അതായത് പെർട്ടർബേഷന് ശേഷമുള്ള പൊട്ടൻഷ്യൽ അതിന് മുമ്പുള്ള പൊട്ടൻഷ്യലിന്റെ ഫോം തന്നെയാണുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് എക്സാക്ട്ലി എന്ത് ചെയ്യാം, ഈ ഒരു സിസ്റ്റത്തെ ആഫ്റ്റർ പെർട്ടർബേഷൻ സോൾവ് ചെയ്യാം. നോ പ്രോബ്ലം അറ്റ് ഓൾ. റൈറ്റ്. അങ്ങനെ സോൾവ് ചെയ്ത് കിട്ടുന്ന റിസൾട്ടും നമ്മുടെ ടൈം ഇൻഡിപെൻഡന്റ് പെർട്ടർബേഷൻ തിയറി അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ടും സെയിം ആണോ എന്നൊരു കമ്പാരിസൺ. റൈറ്റ്. അതാണ് നമ്മൾ ആക്ച്വലി ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ കാര്യം ക്ലിയർ ആയല്ലോ അല്ലേ. പെർട്ടർബേഷന് മുമ്പ് and I have applied a perturbation which changes the force constant k to k prime. Right. Remember, potential changes to half k plus px square, but still its form is similar to the unperturbed system. So you can solve the problem exactly. Okay. So first of all, I am going to solve this exactly. Okay. Okay, right. Let us start with, the omega equal to, for linear harmonic oscillator, what was omega? Yes, root of k by m. Right. See here, this k is the force constant before perturbation. Right. So after perturbation, k changes to k prime. So and the omega changes to omega dash. Right. That is equal to root of k prime by m. Okay, k dash by m. And you see here, this is equal to root of, what is k dash? K dash is nothing but 1 plus epsilon times k divided by r into m. Okay, perturbation doesn't change its mass. This is equal to root of k by m എന്ന് പറഞ്ഞാൽ it is nothing but omega. So omega into root of 1 plus epsilon. Root na ഞാൻ all raised to half എന്ന് ഇട്ടാ പോരെ. Root of 1 plus epsilon means all raised to half. Root k by m ആണ് omega. നമ്മുടെ root of omega ഇടാത്തതുകൊണ്ട് കൺഫ്യൂഷൻ ആവണ്ട. Root of k by m ആണ് omega. Okay. So now the frequency omega dash is omega times 1 plus epsilon half. Okay. By solving exactly, you know the energy level of harmonic oscillator as En unperturbed part. I mean before perturbation I want to measure 0 കൊടുത്തു. Okay, no matter at all. This doesn't make any problem. അല്ലേ, നമ്മൾ മുമ്പ് തിയറി പറയുമ്പോൾ നിങ്ങൾ em എന്ന് പറഞ്ഞ ആളാണ് നമ്മുടെ ഇങ്ങനെ ചെയ്യുന്നത് അല്ലേ. ക്വാണ്ടം നമ്പർ n റെപ്രസെന്റ് ചെയ്യുന്നതാണ് n കൊടുത്തത്. നമ്മുടെ തിയറിയിൽ നിങ്ങൾ em എന്ന് എടുത്താണ്. Okay, so anyway, this is equal to n plus half h cut omega. Okay, do you remember this equation? Okay, fine. Right. Now after perturbation, definitely omega changes to omega prime. So now the energy is നമ്മൾ w കൊണ്ട് റെപ്രസെന്റ് ചെയ്തു അല്ലേ. അത് ഞാൻ ടൈം ഇൻഡിപെൻഡന്റ് പെർട്ടർബേഷൻ തിയറി അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ w എന്ന് എഴുതാം. ഇവിടെ ഇപ്പോ ഞാൻ എക്സാക്ട്ലി സോൾവ് ചെയ്യുന്നതാണ്, അതുകൊണ്ട് തന്നെ ഞാൻ en തന്നെ ഉപയോഗിക്കുകയാണ്. ബട്ട് പെർട്ടർബേഷൻ ശേഷം ആയതുകൊണ്ട് ഇവിടെ ഒരു ഡാഷ് കൊടുത്തു. That's equal to en dash equal to, അല്ലെ സിംപിൾ എന്ത് കൊടുത്താൽ മതി, ഇവിടെ 0 കൊടുത്ത സ്ഥിതിക്ക് ഡാഷ് ഒന്നും വേണ്ട, en കൊടുത്താൽ മതി. റൈറ്റ്. en equal to എന്താ പറയുക, ആഫ്റ്റർ പെർട്ടർബേഷൻ this is n plus half h cut. Yeah, what happens, your perturbation changes the force constant to k dash, which changes omega to omega dash. So
instead of omega you have to write omega dash. Okay, so this was the energy before applying perturbation, but after perturbation your system has an energy n plus of h cut omega dash, right? അപ്പോൾ പെർട്ടർബേഷന് ശേഷം ഞാൻ എന്തുകൊണ്ട് ഇത് ഇങ്ങനെ തന്നെ എഴുതിയെന്ന് ചോദിച്ചാൽ ഉത്തരവുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ എഴുതാൻ കാരണം മറ്റൊന്നുമല്ല, പെർട്ടർബിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ആള് ഇറ്റ് ഈസ് സിമിലർ ടു ദി ലീനിയർ ഹാർമോണിക് പൊട്ടൻഷ്യൽ. അതുകൊണ്ട് തന്നെ എക്സാക്ട്ലി സോൾവബിൾ ആണ്. അപ്പൊ എക്സാക്ട്ലി സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ആൻസർ എന്താണ്? എനർജിക്കുള്ള ഐഗൺ വാല്യൂ എന്താണ്? n plus of h cut omega ആണ്. ബട്ട് ഒമേഗയിൽ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ടാവും, ഒമേഗ ഡാഷ് ആയിട്ടുണ്ടാവും, റൈറ്റ്? അപ്പൊ ക്ലിയർ ആവല്ലോ. ഞാനിവിടെ ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത് നിങ്ങളുടെ ടൈം ഇൻഡിപെൻഡന്റ് പെർട്ടർബേഷൻ തിയറി ഉപയോഗിച്ചിട്ടല്ല, നമ്മൾ എക്സാക്ട്ലി സോൾവ് ചെയ്തിട്ട് കിട്ടിയ സൊല്യൂഷൻ എന്താണോ അത് തന്നെയാണിത്, റൈറ്റ്? അതിന് കാരണം ഞാൻ അവിടെ പറഞ്ഞു. ക്ലിയർ അല്ലേ? Now you can substitute for omega dash. You get En. One more thing, remember here n equal to 0, 1, 2, 3 etc. Okay, 0 കൊടുത്താൽ half h cut omega, അത് h cut omega by 2. 1 കൊടുത്താൽ 3 by 2 h cut omega. 2 കൊടുത്താൽ 5 by 2 h cut omega. പിന്നെ 7 by 2 h cut omega. അങ്ങനെയാണ് എനർജി ലെവൽസ് ഉണ്ടാവുക. That you know. Okay. Now listen, rewrite it. n plus half h cut. What was omega dash? Yeah, we find it as omega dash equal to omega into omega into endana 1 plus epsilon all raised to half. Okay, this was the new omega dash. Okay, so we got energy of linear harmonic oscillator after applying a potential similar to the potential of linear harmonic oscillator as En equal to n plus of h cut omega into 1 plus epsilon all raised to half. Okay, now you expand this in terms of in Gauss series. നമുക്കറിയാം 1 plus x all raised to n expand നമുക്കറിയാം അല്ലേ? അപ്പോൾ എന്ത് ചെയ്യാം? 1 plus epsilon all raised to half നെ നമുക്ക് expand ചെയ്യാം. Okay, yes, where shall I write? Yes, I will write it here. En equal to ഇത്ര ടേം മുമ്പിലുണ്ട്, no problem, n plus of h cut omega. Yes, ഇനി എന്ത് ചെയ്യണം? 1 plus epsilon raised to half നെ expand ചെയ്യാം. See, ഇപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ അറിയില്ല, 1 plus x raised to n എന്ന് പറഞ്ഞാൽ 1 plus nx plus n into n minus 1 by 2 factorial x square plus അടുത്തത് വരും n into n minus 1 into n minus 2 divided by 3 factorial into x cube plus etc. എന്ന് പറഞ്ഞു പോകും. Okay, anyway, I need only up to the second power of x. Okay, right, so what will be n 1 plus epsilon raised to half? 1 plus nx ആണ്, അത് n half ആണ്, x epsilon ആണ്. So half into epsilon, that means epsilon by 2 plus എന്ത് വരണം? n into n minus 1, half into half minus 1, half minus 1 minus half. അപ്പോൾ എന്ത് വരും? half into n into n minus 1, half minus 1 minus half. Okay, divide by 2 into x square. X is epsilon here, so epsilon square plus etc. Okay, so En equal to n plus half h cut omega എന്ത് വരും? 1 plus epsilon by 2 എന്താ വരിക? half into minus half minus 1 by 4 by 2 minus 1 by 8. അപ്പോൾ epsilon square by minus epsilon square by 8 plus etc. Okay, so we have got the
energy of linear harmonic oscillator after perturbation as En equal to n plus half h cut omega into 1 plus epsilon by 2 minus epsilon square by 8 plus etc. Okay, അപ്പോൾ ഇതാണ് എക്സാക്ട്ലി നിങ്ങൾ സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന എന്താണ് എനർജി ഓഫ് ലീനിയർ ഹാർമോണിക് ഓസിലേറ്റർ. ക്ലിയർ അല്ലേ? റൈറ്റ്, വി ഡിഡ് ദിസ് ബൈ എക്സാക്ട് സൊല്യൂഷൻ. ഈ ഇക്വേഷൻ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ദാറ്റ് വി ഡിഡ് ഇൻ അവർ സെക്കൻഡ് സെമസ്റ്റർ ക്വാണ്ടം മെക്കാനിക്സ് അല്ലേ? ക്വാണ്ടം ഡൈനാമിക്സിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് അതേ സൊല്യൂഷനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എക്സാക്ട്ലി ആണ് സോൾവ് ചെയ്തെന്ന് പറയാൻ കാരണം. ഓക്കെ, and it is En equal to this. Okay, അപ്പോൾ നമുക്കിനി ഇത് തന്നെയാണോ നമ്മുടെ ടൈം ഇൻഡിപെൻഡന്റ് പെർട്ടർബേഷൻ തിയറി ഉപയോഗിച്ചാൽ കിട്ടുന്നത് ചെക്ക് ചെയ്യാം. റൈറ്റ്, സോ ഈ റിസൾട്ട് നമ്മൾ ഓർമ്മിച്ച് വെക്കണം. ഓക്കെ, നിങ്ങളുടെ കൂടെ എഴുതി വന്നോ കേട്ടോ. that will be better for you. So I will write this equation on my left so that I can check whether the time independent theory gives the same result. Okay, ഇതൊക്കെ ക്ലിയർ ചെയ്യണേ. Okay, right, come to the point. So we have calculated the energy of linear harmonic oscillator after perturbation exactly. Right, now let us see whether the time independent theory gives the similar results. Okay, അപ്പോൾ ഇവിടെ ഒന്ന് നോക്കിയാൽ മനസ്സിലാവും 1 into n plus half h cut omega അത് പെർട്ടർബേഷൻ മുമ്പുള്ളതാണ് അല്ലേ? പെർട്ടർബേഷൻ ശേഷം ഫസ്റ്റ് ഓർഡർ കറക്ഷൻ അത് എപ്സിലോൺ വരുന്നതാണ്. അപ്പോൾ എപ്സിലോൺ ബൈ 2 into n plus half h cut omega ആണ് ഫസ്റ്റ് ഓർഡർ കറക്ഷൻ. അപ്പോൾ അൺപെർട്ടർബിന്റെ കൂടെ എപ്സിലോൺ ബൈ 2 into this term അത് ഫസ്റ്റ് ഓർഡർ കറക്ഷൻ എഴുതിയത്. അടുത്ത എപ്സിലോൺ സ്ക്വയർ വരുന്നതാണ് ഇത് സെക്കൻഡ് ഓർഡർ കറക്ഷൻ. അപ്പോൾ നിങ്ങൾ ടൈം ഇൻഡിപെൻഡന്റ് പെർട്ടർബേഷൻ തിയറി ഉപയോഗിച്ചിട്ട് ഫസ്റ്റ് ഓർഡർ കറക്ഷൻ കണ്ടാൽ നിങ്ങൾക്ക് എന്ത് കിട്ടണം റിസൾട്ട്? ഇത് നോക്കി പറയാൻ പറ്റുമല്ലോ. നിങ്ങൾ റിസൾട്ട് എന്തായിരിക്കണം? ഫസ്റ്റ് ഓർഡർ കറക്ഷൻ W1 എന്തായിരിക്കണം? എപ്സിലോൺ ബൈ 2 മാത്രം പോരാ ഇൻറ്റു ദിസ് ടേം അല്ലേ? എപ്സിലോൺ ബൈ 2 ഇൻറ്റു n പ്ലസ് ഹാഫ് h cut omega ആയിരിക്കണം ഫസ്റ്റ് ഓർഡർ കറക്ഷൻ. കാരണം ഈ എക്സ്പ്രഷൻ നോക്കി അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നത് 1 ഇൻറ്റു ദിസ് ടേം ഈസ് ദിസ് ടേം ഇറ്റ്സെൽഫ് അത് അൺപെർട്ടർബ്ഡ് അല്ലെ പെർട്ടർബേഷൻ മുമ്പുള്ളതാണ്, ബിഫോർ പെർട്ടർബേഷൻ ആണ്, പ്ലസ് ദിസ് ടേം ഇൻറ്റു എപ്സിലോൺ ബൈ 2. അപ്പോൾ പെർട്ടർബേഷൻ ശേഷം ഫസ്റ്റ് ഓർഡർ കറക്ഷൻ വന്നപ്പോൾ എന്താ? n plus half h cut omega epsilon by 2 അല്ലേ? അത് തന്നെയാണോ W1 നമ്മുടെ തിയറി പ്രകാരം, ഏത് തിയറി? ടൈം ഇൻഡിപെൻഡന്റ് പെർട്ടർബേഷൻ തിയറി പ്രകാരം കിട്ടുന്നത് നോക്കാം. റൈറ്റ്, സോ ഐ ആം സ്റ്റാർട്ടിംഗ് വിത്ത് the Hamiltonian H0 equal to p square by 2m plus half the kinetic energy part in potential and the half k x square. Okay, now this is before perturbation. After perturbation k changes to k prime, right? K changes to k prime, so h equal to p square by 2m plus half k prime x square. What was at k prime? H equal to p square by 2m plus half k dash on the, yes, 1 plus epsilon times k into x square. Split this, you get h equal to p square by 2m plus 1 into half kx square plus the epsilon times the half epsilon kx square. You simply compare this Hamiltonian like perturbed system in the total Hamiltonian with the unperturbed Hamiltonian. You can understand that this part is H0. So what was this? Time independent perturbation theory നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ടോട്ടൽ ഹാമിൽട്ടോണിനെ അൺപെർട്ടർബ്ഡ് ഹാമിൽട്ടോണിയൻ പ്ലസ് പെർട്ടർബേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഹാമിൽട്ടോണിയൻ, അതായത് ഇത് എച്ച് ഡാഷ് അല്ലേ, അല്ലെങ്കിൽ എന്ത് എഴുതാം? എച്ച് ഡാഷ് അല്ലെങ്കിൽ വി ഡാഷ്, നോ മാറ്റർ. റൈറ്റ്, ഇങ്ങനെ എഴുതാൻ പറ്റണം അല്ലെ? എച്ച് ഈക്വൽ H0 പ്ലസ് എച്ച് ഡാഷ് അങ്ങനെ എഴുതാൻ പറ്റണം. അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെ എഴുതാം. ആൻഡ് വി അണ്ടർസ്റ്റാൻഡ് വൺ മോർ തിങ് ദാറ്റ് അവർ
h dash is half epsilon kx square. നമുക്ക് h dash ആവശ്യമാണ് w1 കാണാൻ അല്ലേ. u1 h dash u1 ആണ് w1. അപ്പോൾ ഇത് കിട്ടി എന്താണ് half epsilon kx square. Now we are going to apply the theory. The clear അല്ലേ my point. So I will write here h dash അതിന് v dash equal to എന്താണ് half epsilon kx square, right? Okay, now listen, what was your first order correction? That was w1 equal to um h dash um. Okay, um അല്ലെങ്കിൽ psi അല്ലേ, നിങ്ങൾ psi n എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ, psi n 0 h dash psi n 0 ആണ്, നോ പ്രോബ്ലം. പക്ഷെ അവിടെ ഈ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഐഡിയ കോർഡിനേറ്റ് റെപ്രസെന്റേഷനിലേക്ക് വരുമ്പോൾ വന്നത് നമ്മൾ സെക്കൻഡ്സ് പറഞ്ഞിട്ടുണ്ട് അല്ലേ, റൈറ്റ്. ശരിക്കും നമ്മൾ അതിന് മുമ്പ് വരെ സ്റ്റേറ്റ് വെക്റ്റർ, അതായത് നമ്പർ ഉപയോഗിച്ചിട്ട് ഇപ്പൊ ഐഗൺ വാല്യൂ എ ഡാഷ് ആണെങ്കിൽ അതിന്റെ സ്റ്റേറ്റ് വെക്റ്റർ കെട്ടി എ ഡാഷ് കെട്ടി എ ഡബിൾ ഡാഷ് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്തത് റെപ്രസെന്റ് ചെയ്തത്, റൈറ്റ്. സോ ഡിറാക്കിന്റെ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ വേവ് ഫംഗ്ഷൻ അറിയാമെങ്കിൽ h dash കണ്ടുപിടിച്ചിട്ടുണ്ട്, എന്ത് ചെയ്യാം, ഇത് മാനിപ്പുലേറ്റ് ചെയ്യാം, നോ പ്രോബ്ലം അറ്റ് ഓൾ. ബട്ട് യു മസ്റ്റ് നോ ദി വേവ് ഫംഗ്ഷൻ um or psi m അല്ലേ. വേവ് ഫംഗ്ഷൻ അറിയണം. ഒരു ലീനിയർ ഹാർമോണിക് ഓസിലേറ്ററിന്റെ അൺപെർട്ടേർഡ് പാർട്ടിന്റെ വേവ് ഫംഗ്ഷൻ ആണ് um അല്ലേ, അല്ലെങ്കിൽ psi m എന്നൊക്കെ പിടിക്കാം, നോ പ്രോബ്ലം. അത് നിങ്ങൾക്ക് അറിയണം, റൈറ്റ്. അത് അറിയാമെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒരു ഇന്റഗ്രേഷൻ ചെയ്തിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, പക്ഷെ ഇവിടെ ഞാൻ ചെയ്യുന്നത് അത് ഷ്രോഡിഞ്ചറിന്റെ മെത്തേഡാണ്, റൈറ്റ്. പക്ഷെ ഞാനിവിടെ ഡിറാക്കിന്റെ മെത്തേഡിലാണ് ചെയ്യുന്നത്. ഇൻ ദാറ്റ് മെത്തേഡ് വേവ് ഫംഗ്ഷൻ അല്ല, അവിടെ നിങ്ങൾ നിങ്ങൾ ഡൈനാമിക്സ് ചെയ്ത് ഓർമ്മയുണ്ടാവും, റൈറ്റ്. ഓക്കെ, അബ്സ്ട്രാക്റ്റ് വെക്റ്റർ സ്റ്റേറ്റ് വെക്റ്റർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്, n h dash n. ഓക്കെ, സോ ഇത് തന്നെയാണ് ഈ ഇക്വേഷൻ, നോട്ട് ചേഞ്ച്. ബട്ട് ഇവിടെ നിങ്ങൾ എന്തറിയണം, വേവ് ഫംഗ്ഷൻ അറിയണം. അത് ഉപയോഗിച്ചിട്ട് ഇതെങ്ങനെ ചെയ്യാം, വേവ് ഫംഗ്ഷൻ അറിയാമെങ്കിൽ ഇന്റഗ്രൽ ദിസ് ഇൻറ്റു ദിസ് um സ്റ്റാർ അല്ലേ, ഇന്റഗ്രൽ um h dash um സ്റ്റാർ ഇൻറ്റു d tau. അതെന്ത് ചെയ്യേണ്ടി വരും, മാനിപ്പുലേറ്റ് ചെയ്യേണ്ടി വരും. ബട്ട് ഹിയർ ഐ എം നോട്ട് ഗിവിംഗ് യു എനി വേവ് ഫംഗ്ഷൻ. ലീനിയർ ഹാർമോണിക് ഓസിലേറ്ററിന്റെ വേവ് ഫംഗ്ഷൻ തന്നിട്ടില്ല അല്ലെ, തരുന്നില്ല. തന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇതാണ് മാനിപ്പുലേറ്റ് ചെയ്താൽ മതി. നമുക്കത് ചെറിയൊരു പ്രോബ്ലം ആയിട്ട് വേറെ കാണിച്ചു തരാം, റൈറ്റ്. എനിവേ ഇവിടെ ഇപ്പോൾ നമ്മൾ ജനറേറ്റ് ആണ് ചെയ്യാൻ പോകുന്നത്, ആൻഡ് ഐ ആം യൂസിങ് Dirac method, not Schrodinger's method. Okay, so I want to manipulate this, right, and give substitute for h dash, and h dash is the half epsilon k x square n. Okay, that is equal to half epsilon k na porthedukam. Okay, ullile n x square. Yeah. Okay, so you need to know what is x square. നമ്മള് നിങ്ങളെ ക്രിയേഷൻ ആൻഡ് അനിഹിലേഷൻ ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ട് എക്സിനെ നിങ്ങൾ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് ക്വാണ്ടം ഡൈനാമിക്സിൽ. അത് ഞാൻ ഇവിടെ എഴുതാം. ഓക്കെ, ഇൻ ടേംസ് ഓഫ് എ ഡയഗ്രം ആൻഡ് എ ക്രിയേഷൻ ആൻഡ് അനിഹിലേഷൻ റൈസിംഗ് ആൻഡ് ലോവറിംഗ് ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സിനെ റെപ്രസെന്റ് ചെയ്യാം അല്ലേ. ആൻഡ് ഇറ്റ് ഈസ് ഇൻ ദി ഫോം എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് എച്ച് 2m ഒമേഗ ഇൻ എ ഡാഗർ പ്ലസ് എ. ഓക്കെ, so x is given by root of h squared by 2m omega into a dagger plus a. Quantum dynamics il kindness നമ്മൾ യൂസ് എടുത്തിട്ടുണ്ടാവും, റൈറ്റ്. സോ ദിസ് വാസ് ദി a dagger is the rising operator. n എന്ന് പറയുന്നത് n+1 ലേക്ക് മാറ്റും ഒരു പ്രാവശ്യം ആക്ട് ചെയ്യുമ്പോൾ. a ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അത് ലോവർ ചെയ്യും, n നെ n-1 ലേക്ക് എത്തിക്കും. ഓക്കെ, സോ എനിവേ ഇത് x ആണ്, x സ്ക്വയർ കാണണം അല്ലേ. we will find out x square. Yes, x square equal to ഇതിന്റെ സ്ക്വയർ അതെന്ത് വരും, h cut by
2m omega. പിന്നെ എന്ത് ചെയ്യും? a dagger plus a into a dagger plus a ഉണ്ടാവും. ശ്രദ്ധിക്കണം, a dagger plus a into a dagger plus a ആണ്. അപ്പോൾ അത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകഴിഞ്ഞ പോലെ 2ab ആ ക്രോസ് ടേം വരുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം a dagger aയും a dagger ഈക്വൽ ആവണമെന്നില്ല. റൈറ്റ്, അങ്ങനെ ആവുമ്പോൾ യു ഹാവ് ടു ഓപ്പറേറ്റ് ആണ്, യു ഹാവ് ടു റൈറ്റ് സെപ്പറേറ്റ്ലി ലൈക്ക് ദിസ്. a dagger into a dagger എന്താ വരിക? a dagger a dagger square plus അടുത്ത a dagger into a plus a into a dagger plus a square. Right, so x square is this. Now we can take this x square and substitute right here. So w1 is equal to half epsilon k is already here. ഇവിടെ x സ്ക്വയറിനെ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതൊരു കോൺസ്റ്റന്റ് തമ്മിൽ h cut by 2m omega. അപ്പോൾ അതിനെ എന്ത് ചെയ്യാം? നമുക്ക് പുറത്തെടുക്കാം. h cut by 2m omega into n. x സ്ക്വയറിന്റെ സ്ഥാനത്ത് ഇത് പുറത്തെടുത്തു, ബാക്കി ഇത്രയും ടേം ഉണ്ടാവും. ആരൊക്കെയത്? a dagger square. ഞാൻ ചെയ്യട്ടെ, ഒരു സ്റ്റെപ്പ് അധികം ചെയ്യാം. ഇവിടെ ഇപ്പോൾ 1 2 3 4 ടേം ഉണ്ട്, കറക്റ്റ് അല്ലേ? ആ 4 ടേമിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എഴുതി വെക്കണം. അപ്പൊ എന്ത് വരും? ഇങ്ങനെ ഇവിടെ പ്ലസ് a dagger a പ്ലസ് a dagger പ്ലസ് a സ്ക്വയർ. ഓക്കെ, ഇൻറ്റു ബാക്കി ഈ n. ക്ലിയർ അല്ലേ? അപ്പൊ എക്സ് സ്ക്വയറിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ കോൺസ്റ്റന്റിനെ പുറത്തെടുത്തു, ഒന്നും ചെയ്തില്ല. റൈറ്റ്, ആൻഡ് റിമെമ്പർ വൺ മോർ തിങ്, ഇറ്റ് ഈസ് a dagger is identity operator I. Then what is ഇതെന്താ? a dagger minus a dagger a ആണ്. So what is a dagger from here? Commutation a dagger എന്താ? ഐഡന്റിറ്റി ആണ്. ഈ കമ്മ്യൂട്ടേഷൻ എക്സ്പാൻഡ് എന്തായിട്ട് നമുക്ക് a dagger minus a dagger a ആണ്. ആ മൈനസ് a dagger a ന അപ്പുറം പോയാൽ എന്ത് വരും? ഇവിടെ a dagger a plus I. Correct അല്ലേ? So from this commutation relation I will obtain a dagger equal to a dagger a plus I. Clear അല്ലേ? ഇപ്പുറത്ത് എന്താ വരിക? a dagger minus a dagger equal to I. Clear ആണ്? Right. So you can substitute this identity right here. a dagger ന് പകരം എന്ത് കൊടുക്കാം? ഇതാ a dagger എന്ത് കൊടുക്കാം? ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ ഇത് നമ്മൾ മാറ്റി എഴുതുവാണേ. w1 equal to half epsilon k h cut by 2m omega n a dagger square ഉണ്ട്. ഓക്കെ, പ്ലസ് a dagger a. ഇനി a dagger a plus I എന്ന് കൊടുക്കാം. അപ്പൊ a dagger a യും a dagger a എന്തായി? 2 a dagger a plus എന്തുണ്ട്? I. ഓക്കെ, പ്ലസ് ആര്? a square into n. Okay, right, clear. ഇനി നോക്കൂ, w1 equal to ശ്രദ്ധിക്കുക, ഇവിടെ എന്ത് ചെയ്യണം? നമ്മൾ ഇതിനെ 3 സെറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. One corresponds to a dagger square, and next second corresponds to this, and third one corresponds to a square. Okay, now we are going to manipulate this. See here, we know one more thing that we know we have is a dagger is number operator n. Okay, so you can substitute for a dagger a equal to n here. Okay, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ഇത് മാറ്റമാണ്. എന്താണ്? that is n. yes, 2n plus I ആണ്. Clear അല്ലേ? Right. അങ്ങനെയാണെങ്കിൽ what is w1? Half
epsilon k h cut by 2m omega. ഇനി ശ്രദ്ധിക്കണം, സ്പ്ലിറ്റ് ചെയ്താ ഒരു ടേം, രണ്ട് ടേം, മൂന്ന് ടേം ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. n a dagger square n. ഓക്കെ, അപ്പോ ഒന്നാമത്തേത് ഇനി പ്ലസ് അടുത്തേത് n 2n plus I n plus അടുത്ത a square ഉണ്ട് n a square n. ഓക്കെ റൈറ്റ്. നമുക്ക് ഇതിങ്ങനെയോ കൺഫ്യൂഷൻ ആവുന്നുണ്ടാവും. നിങ്ങൾക്ക് നമുക്ക് ഇതൊക്കെ മായിച്ചിട്ട് നേരെ അതൊക്കെ മായിച്ചോട്ടെ, നിങ്ങളുടെ ബുക്കിൽ ഉണ്ടാവില്ലേ. രണ്ടാമത്തെ എന്താ വരിക? n 2n plus I n plus n a square n. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് കിട്ടിയത്. എന്ത് ചെയ്തു? a dagger square ടേം 2n plus I യുടെ ടേം a square മറ്റൊരു ടേം എന്ത് ചെയ്തു? സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ അത് സംഭവിച്ചില്ല. റൈറ്റ്. Now we need to manipulate each of these three terms. How? You see here a dagger acting on n. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? What is a dagger acting on n? It is root of n plus 1 into n plus 1. Okay. ഇതിന്റെ വാല്യൂ നമുക്ക് തൽക്കാലം സ്കേലാർ വാല്യൂ അവിടെ നിൽക്കട്ടെ. സ്റ്റേറ്റ് n എന്ത് ചെയ്യും? n plus 1 ലേക്ക് മാറും. അപ്പോ a dagger സ്ക്വയർ ആക്ട് ചെയ്താലോ എന്താ സംഭവിക്കുക? Yes, root of n plus 1 into a dagger ആക്ട് ചെയ്യുമ്പോൾ ഇതാണ് കിട്ടിയത്. അപ്പൊ ഇതിനെ നേരെ വീണ്ടും a dagger ആക്ട് ചെയ്യും. ഇത് സ്കെയിലർ ആണ്, അങ്ങനെ ഇട്ടു. ഇതിനെ നേരെ a dagger വീണ്ടും ആക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? root of n plus 1 plus 1 n plus 2 വരും അല്ലേ. അപ്പൊ root of n plus 2 into ഏത് n plus 2. ഈ സ്റ്റേറ്റിനെ ഒന്ന് ഇൻക്രീസ് ചെയ്യും. ഇത് രണ്ട് റൂട്ട് ഇടണമെന്നില്ല, ഒറ്റ സിംഗിൾ റൂട്ട് ആക്കിയിട്ട് ഈ വാല്യൂസ് നമുക്ക് തൽക്കാലം ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. a dagger സ്ക്വയർ n ന്റെ മേലെ ആക്ട് ചെയ്താൽ സ്റ്റേറ്റ് n plus 2 ലേക്ക് മാറും. ദാറ്റ് ഈസ് അവർ പോയിന്റ്. അപ്പൊ അങ്ങനെയാവുമ്പോൾ ഞാൻ ചെയ്യട്ടെ, ഇവിടെ a dagger സ്ക്വയർ n ന്റെ മേലെ ആക്ട് ചെയ്താൽ ഇവിടെ സം സ്കേലാർ ഇൻറ്റു get n plus 2 എന്ന് വരും. ആ സ്കേലർ പുറത്തെടുത്താൽ n into n get n plus 2 അല്ലേ. അപ്പൊ n n plus 2 ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുന്നു. റൈറ്റ്. വാട്ട് ഈസ് ഇന്നർ പ്രൊഡക്റ്റ് ബിറ്റ്വീൻ n and n plus 2? അതൊക്കെ ഓർമ്മല്ലേ, എന്താ വരിക? 0 ആണ്. അങ്ങനെയാണെങ്കിൽ this part goes to 0. ഇവിടെ സ്കേലർ വാല്യൂ എന്ത് വന്നാലും കുഴപ്പമില്ല, n ഉം n plus 2 തമ്മിലുള്ള എന്ത് വരും? ഇന്നർ പ്രൊഡക്റ്റ് വരും. സിമിലർലി യു ലുക്ക് തേർഡ് ടേം. അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. a acting on n എന്ന് പറഞ്ഞാൽ it is root n minus 1. ഓക്കെ, അപ്പോ a സ്ക്വയർ ആണെങ്കിലോ a ആക്ട് ചെയ്യുമ്പോൾ റൂട്ട് n ഉണ്ട്. ഓക്കെ, വീണ്ടും a ആക്ട് ചെയ്യുമ്പോഴോ n minus 1 തന്നെയല്ലേ അല്ലെ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ റൂട്ട് n minus 1 ഇൻറ്റു n minus 1 ഒന്നുകൂടെ കുറക്കുക, അപ്പൊ n minus 2. ഓക്കെ, ഇത് രണ്ട് റൂട്ട് ഇടുന്നതിന് പകരം n into n minus 1 ആക്കാം. നോ പ്രോബ്ലം. ഓക്കെ, വാട്ട് എവർ a സ്ക്വയർ n ന്റെ മേലെ ആക്ട് ചെയ്യുമ്പോൾ സ്റ്റേറ്റ് എന്ത് ചെയ്യും? n minus 2 ലേക്ക് മാറും. ഓക്കെ, അങ്ങനെയാകുമ്പോൾ ഇവിടെ എന്താ വരിക? സം സ്കേലാർ ഇൻറ്റു n minus 2 എന്ന് വരും അല്ലേ. ആ സം സ്കേലാർ പുറത്തെടുത്താൽ ഇന്നർ പ്രൊഡക്റ്റ് ബിറ്റ്വീൻ n and n minus 2 അതും എന്താണ്? അപ്പോൾ 0 ആണ്. ഓക്കെ, ദാറ്റ് ടേം ഈസ് ഓൾസോ 0. നൗ ഈ ഒരു ടേം മാത്രമേ ഉള്ളൂ. റൈറ്റ്. ഇവിടെ നമ്പർ ഓപ്പറേറ്റർ n ന്റെ മേലെ ആക്ട് ചെയ്താൽ okay, what is the result? n into n തന്നെയാണ്. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ n നമ്പർ ഓപ്പറേറ്റർ ആണ്. അത് n എന്ന് പറയുന്ന സ്റ്റേറ്റിൽ ആക്ട് ചെയ്താൽ യു ഗെറ്റ് ദാറ്റ് നമ്പർ ടൈംസ് സെയിം ഗെറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? i ആക്ട് ചെയ്താൽ അതേ സ്റ്റേറ്റ് ആണ് അല്ലേ. ഐഡന്റിറ്റി ഓപ്പറേറ്റർ n ന്റെ മേലെ ആക്ട് ചെയ്താൽ സെയിം സാധനമാണല്ലേ, 1 into n വരും. അപ്പോൾ ഇവിടെ i ആക്ട് ചെയ്യുമ്പോൾ 1 ആണ് ഐഗൻ വാല്യൂ സ്കേലാർ. 2n ആക്ട് ചെയ്യുമ്പോൾ n ആക്ട് ചെയ്യുമ്പോൾ എന്താ? n ആക്ട് ചെയ്യുമ്പോൾ n ആണ്. അപ്പോൾ 2 കൊടുക്കണം. അപ്പോൾ 2n plus i ആക്ട് ചെയ്യുമ്പോൾ ശരിക്കും ഇവിടെ 2n plus 1 into n വരും. ഓക്കെ, ക്ലിയർ അല്ലേ? n ആക്ടിങ് on n into n ആണ്. അപ്പോൾ n ആക്ടിങ് on n എന്താ? n into n ആണ്. റൈറ്റ്. 2 ഇവിടെ ഉണ്ട്. i ആക്ട് ചെയ്താൽ
ഐഡന്റിറ്റി ആണ് സ്കെയിലർ അതിന്റെ ഐഗൻ വാല്യൂ എത്ര 1 ആണ് സോ 1 into n വരും ആ 1 ആണ് ഇത് സോ ഇത് ഇതിനെ വാല്യൂറ്റ് ചെയ്താൽ 2n plus 1 n എഴുതുക ഈ 2n plus 1 പുറത്തെടുത്താൽ n into n inner product between n and n എന്താ 1 ആണ് സോ ഹിയർ result എന്താ 2n plus 1 ആണ് so w1 is obtained as half epsilon k h cut by 2 m omega ഇവിടെ ഇത് 0 ഇതെന്താ കിട്ടിയത് 2n plus 1 ഇതും 0 ഓക്കേ അപ്പോൾ നമ്മുടെ എക്സ്പ്രഷൻ നോക്കുക നിങ്ങൾ വളരെ ചെറുതായി മാറി ഓക്കേ അങ്ങനെയാണെങ്കിൽ w1 equal to ഞാൻ ഇതിനെ 2 നെ പുറത്തെടുക്കാം റൈറ്റ് അങ്ങനെ 2 നെ പുറത്തെടുത്ത് എന്ത് വരും നോക്കാതെ half epsilon k h cut by 2 m omega 2 നെ പുറത്തെടുത്താൽ and 2 എന്ന് 2 വന്നാൽ n 1 എന്ന് 2 വന്നാൽ ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും സോ n plus half ഓക്കേ ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യാം അങ്ങനെയാണ് ഈ സ്റ്റെപ്പ് നമുക്ക് ആവശ്യമില്ല റൈറ്റ് നൗ w1 first order correction by time independent theory is ഇവിടെ e2 cancel ആയി ഓക്കേ k എന്താ what was k നിങ്ങൾക്കറിയാം omega equal to root of k by m സ്ക്വയർ ചെയ്താൽ എന്ത് കിട്ടും omega square equal to k by m അപ്പോൾ k എന്താ m into ഇവിടെ omega square ഉണ്ടാവും ഓക്കേ റൈറ്റ് you square it so k equal to m omega square അങ്ങനെയാണെങ്കിൽ ഇവിടെ half epsilon k ക്ക് വരെ കൊടുക്കുന്നു m omega square h cut by 2 cancel m omega n plus half okay now see ഇവിടെ ഒരം cancel ചെയ്യും omega square ഒരമും സോറി omega ഇവിടുത്തെ omega എന്ത് ചെയ്യും cancel ചെയ്യും ബാക്കി ആരാ ഉണ്ടാവുക w1 equal to stretch line n plus half നെ ഞാൻ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുന്നു okay fine n plus half ഇത് മാറിയേ ഇനി ഇവിടുന്ന് അടിയിൽ m omega cancel ആയി മേലെ ഒരു omega ഉണ്ടാവും h cut omega ആരൊക്കെ എടുത്തു m plus half എടുത്തു h cut omega എടുത്തു ഈ m പോയി ഈ omega പോയി ഈ m പോയി omega square omega പോയി ഈ ആകെ ബാക്കിയുള്ളത് epsilon by 2 ആണ് അല്ലേ epsilon by 2 so this is the first order correction w1 equal to n plus half h cut omega epsilon by 2 ഞാൻ n plus half ഒക്കെ പുറത്തിട്ടത് നമുക്ക് നേരത്തെ കണ്ടുപിടിച്ച എനർജിയുടെ അതേ ഫോമിൽ കിട്ടാൻ വേണ്ടിട്ടാ you just compare this result with en ഇതെന്താ പെർട്ടർബേഷൻ ശേഷമുള്ള സിസ്റ്റത്തിന് ഐഗൻ വാല്യൂ എക്സാക്ട്ലി സോൾവ് ചെയ്ത് കിട്ടിയതാണ് ഇത് അല്ലേ ഇത് എക്സാക്ട്ലി സോൾവ് ചെയ്തല്ല ഇത് നമ്മൾ പെർട്ടർബേഷൻ തിയറി ടൈം ഇൻഡിപെൻഡന്റ് പെർട്ടർബേഷൻ തിയറി ഉപയോഗിച്ചിട്ട് കിട്ടിയതാണ് ഈ കിട്ടിയിരിക്കുന്നത് റൈറ്റ് ഇവിടെ നോക്കുക നിങ്ങൾ ഫസ്റ്റ് ഓർഡർ കറക്ഷൻ എന്താ കിട്ടിയത് നമുക്ക് ഫസ്റ്റ് ഓർഡർ കറക്ഷൻ n plus half h cut omega epsilon by 2 n plus half h cut omega epsilon by 2 അതല്ലേ ഫസ്റ്റ് ഓർഡർ കറക്ഷൻ സോ ഹിയർ ബൈ അപ്ലൈയിങ് time independent perturbation theory we get the exact solution that we obtained earlier okay നമ്മൾ exactly solve ചെയ്തിട്ട് കിട്ടിയ അതേ solution തന്നെയാണ് perturbation theory ഉപയോഗിച്ചിട്ട് കിട്ടിയിരിക്കുന്നത് right so our theory is strong right ഇപ്പോൾ ക്ലിയർ അല്ലേ നമ്മൾ ചെയ്ത കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുവാണ് അപ്പോൾ ഇവിടെ w1 കണ്ടപ്പോൾ കിട്ടിയിരിക്കുന്ന ഇതാണ് ഇവിടെ നോക്കുക 1 into this perturbation ഇല്ലാത്ത ഭാഗമാണ് പ്ലസ് epsilon by 2 into ഈ പാർട്ട് അതാണ് ഫസ്റ്റ് ഓർഡർ കറക്ഷൻ ഇവിടെ കിട്ടിയിരിക്കുന്നത് epsilon by 2 into n plus half h cut omega okay so we have proved the first order correction for energy is as same by predicted by exact solution തന്നിരിക്കുന്ന കറക്ഷൻ എന്താണോ അത് തന്നെയാണ് നിങ്ങളുടെ ടൈം ഇൻഡിപെൻഡന്റ് പെർട്ടർബേഷൻ തിയറി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഓക്കെ സോ സ്റ്റുഡൻസ് ഇത് നമുക്ക് എക്സാക്ട്ലി സോൾവ് ചെയ്തിട്ട് കിട്ടിയ സൊല്യൂഷൻ അല്ലേ ആ പെർട്ടർബേഷൻ ശേഷമാണ് അതിൽ ഫസ്റ്റ് ഓർഡർ കറക്ഷൻ എന്തായിരിക്കണം നമുക്ക് മനസ്സിലായിട്ടുണ്ട് epsilon by 2 into ഈ പാർട്ടായിരിക്കണം അപ്പോൾ ടൈം ഇൻഡിപെൻഡന്റ് പെർട്ടർബേഷൻ ഉപയോഗിച്ചിട്ട് ചെക്ക് ചെയ്തപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓർഡർ കറക്ഷൻ കണ്ടുപിടിച്ചപ്പോൾ കിട്ടിയിരിക്കുന്നത് സെയിം വാല്യൂ ആണ് ഓക്കെ സോ ഇതാണ് നമ്മൾ പറഞ്ഞത് നമുക്ക് സെക്കൻഡ് ഓർഡർ കറക്ഷൻ കണ്ടുപിടിക്കാം റൈറ്റ് അപ്പോൾ സെക്കൻഡ് ഓർഡർ കറക്ഷൻ നമുക്ക് ഗസ് ചെയ്യാം -epsilon square by 8 into ഈ പാർട്ടായിരിക്കണം അല്ലേ w2 കിട്ടുന്നത്
അതൊക്കെ നോക്കാം. സോ താങ്ക് യു.